നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 22, 23 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെയും ചെറിയ 1-2 ശതമാനമൊക്കെ ഫലപ്രാപ്തി കുറയും. അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാനത് അതിനുള്ള മറുപടി തരുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്. പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അല്പം നല്ല ദിവസങ്ങളാണ്. അല്പം കൂടുതൽ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ, ബുധൻ, ശുക്രൻ, ശിഖി, സർപ്പം ഇവയെല്ലാം അനുകൂലമാണ്. പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹം കിട്ടുന്ന ദിവസങ്ങളാണ്. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവവേദ്യമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. അറിയാമല്ലോ, 11ാം ഭാവത്തിലാണ് സർപ്പം അഥവാ രാഹു നിൽക്കുന്നത്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം, അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനലാഭം, ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട്. മേടം രാശിക്ക് അത്യാവശ്യം നല്ല ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 5 ഗ്രഹങ്ങളുണ്ട്. ഇവർക്ക് പുതുതായിട്ട് നേട്ടം ഉണ്ടാകുന്നത് ചൊവ്വ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ശനിയും ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പിന്നെ ചൊവ്വ അനുകൂലമായതിനാൽ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, വാഹനലാഭം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. കുറഞ്ഞ പക്ഷം ഈ തീർത്ഥയാത്രകൾക്കൊക്കെ പോകാനുള്ള അവസരം ഒരുങ്ങും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദ ആദ്യ 3 പാദം. ഇവർക്ക് ഡയറക്റ്റായിട്ട് 2 ഗ്രഹങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ 5ാം ഭാവത്തിൽ വന്നു. 4ാം ഭാവത്തിലായിരുന്നപ്പോൾ ദോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ 5ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ചൊവ്വ നിൽക്കുകയാണ്. ശനിയും വ്യാഴവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ഇവർ ദയവേത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത നിലനിൽക്കുകയാണ്.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ട്. അതായത് ഇവർക്ക് 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, അപ്പോൾ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി. മകം പൂര ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. പിന്നെ ഇവർക്ക് ശനി അഷ്ടമശനിയാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പ്രധാനമായിട്ടും ഒരു വലിയ മാറ്റം വന്നേക്കുന്നത് ചൊവ്വ അനുകൂലമായിട്ട് 3-ാം ഭാവത്തിൽ വന്നു നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. പിന്നെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം. അതുപോലെ തന്നെ ഇവർക്ക് വാഹന ലാഭം, അതായത് തീർത്ഥയാത്രകൾക്കൊക്കെ പോകാനുള്ള സാധ്യത ഒരുങ്ങും. കാര്യം ഇവിടെ ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്ത് പറയാം. തീർത്ഥയാത്രകൾക്ക്, പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾക്ക് അവസരം ഒരുങ്ങും. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നല്ല ഒരു അനുഭവമൊക്കെ ഉണ്ടാവാം. ചന്ദ്രൻ ഇവിടെ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഗുണാധിക്യം നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഈ ചന്ദ്രൻ ഇപ്പോൾ കന്യരാശിയിൽ നിൽക്കുന്നു. തുലാം രാശിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഗുണാധിക്യം വരുമെന്നാണ് ഊഹം. ഓക്കെ, ഇനി കന്യരാശി പറയാം. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യനും ബുധനും പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം, പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കും. അപ്പോൾ ഇവർ ആഴ്ചയിലെ 7 ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത നിലനിൽക്കുന്നു. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ചന്ദ്രൻ, സൂര്യൻ, ബുധൻ ഇവ 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. അതുപോലെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും
ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അത്യധിക ഗുണാധിക്യമുള്ള ആ അവസ്ഥ മാറി ഗുണാധിക്യത്തിലേക്ക്, സാധാരണ രീതിയിലുള്ള ഗുണാധിക്യത്തിലേക്ക് തുലാം രാശി വന്നിരിക്കുകയാണ്. 5 ഗ്രഹങ്ങൾ മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി 4 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ്, ചന്ദ്രൻ ഉൾപ്പെടെ. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് പാർവതി സമേതനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ശിവക്ഷേത്രത്തിൽ ദർശനമെങ്കിലും നടത്തുക. പിന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ സാധ്യതയുണ്ട്. ശനിയും വ്യാഴവും അനുകൂലമായതുകൊണ്ട് ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ആ ഗുണാധിക്യം ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞെങ്കിലും ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ച. തുലാം രാശിക്ക് ഗുണാധിക്യം എന്ന് പറയുന്നു. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും സൂര്യനും ബുധനും വന്നിരിക്കുകയാണ്. അപ്പോൾ തൊഴിൽ ലാഭം പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധിക മേഖലയിൽ ഉയർച്ച. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട ആദ്യപാദം. ഇടിവെട്ട് സൗഭാഗ്യത്തിൽ തന്നെ അല്പം മുന്തിയ സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ്. കാരണം 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി മാത്രമാണ് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ ശനി കണ്ടക ശനിയാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരികയാണ്. ഇത് പറ്റുമെങ്കിൽ ഞാൻ ഈ ധനുരാശിയെ കുറിച്ച് ഒരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതും കേൾക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരമൊരുങ്ങും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നേട്ടങ്ങൾ. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. അതുപോലെ തന്നെ പിതൃ സ്വത്ത് ലഭിക്കാനും അല്ലെങ്കിൽ പിതൃ സ്വത്ത് വഴി വരുമാനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യത്തിൽ തന്നെ അല്പം മുന്തിയ സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഓക്കെ, ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവിടെ ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ ചൊവ്വ വന്നു നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കുമെങ്കിലും ഇവർക്ക് അത് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച. അതുപോലെ തന്നെ
തൊഴിൽ ലാഭം, അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ശനി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത മാത്രമല്ല, ഒരു ഏത് കാര്യത്തിലും നമ്മൾ മുന്നിട്ടിറങ്ങി അത് പൂർത്തീകരിക്കാൻ, വിജയകരമായി പൂർത്തീകരിക്കാൻ ഒരു ഉത്സാഹം പ്രധാനമായിട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. കാര്യം ചൊവ്വയും ശനിയും ഇവിടെ അനുകൂലമാണ്. ശുക്രൻ ഭൗതിക സുഖങ്ങൾ കൊണ്ടുവരും, പ്രദാനം ചെയ്യും. ഇവിടെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന വ്യാഴം കേതുവുമാണ്. വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, അതുപോലെ തന്നെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ഉൾപ്പെടെ. അഷ്ടമത്തിൽ സൂര്യനും ചന്ദ്രനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ബുധൻ അവിടെ അനുകൂലമാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും വഴിപാടുകൾ നടത്തുക ശിവന്. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വ്യാഴം 5ാം ഭാവത്തിലാണ്. പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ 7ാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്. ജന്മത്ത് ശനിയുമുണ്ട്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നിങ്ങൾക്കും ജീവിത പങ്കാളിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ അനുകൂലമായിട്ടില്ല. മീനരാശിയിലുള്ളവർ വാഹന അപകടങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വീഴ്ച, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ക്ഷേത്ര ദർശനം, ഇവയൊക്കെ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷാധിക്യം മറികടക്കാൻ സാധിക്കും. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 22, 23 തീയതികളിൽ 4:43 AM മുതൽ 5:31 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 22, 23 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 22, 23 തീയതികളിൽ ഉച്ചയ്ക്ക് 11:55 AM മുതൽ ഉച്ചയ്ക്ക് 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 22, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ
പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 22-ാം തീയതി രാവിലെ 7:49 AM മുതൽ രാവിലെ 9:19 AM വരെയാണ് 22-ാം തീയതി രാഹുകാലം. 23-ാം തീയതി ഉച്ചയ്ക്ക് 3:18 PM മുതൽ വൈകിട്ട് 4:48 PM വരെയാണ് രാഹുകാലം. 23-ാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 22/9/2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 23/9/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 22-ാം തീയതി തിങ്കളാഴ്ച നീല, വെള്ള. 23-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഈ ഫലങ്ങൾ പൊതുവിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത് സെപ്റ്റംബർ 21-ന് വൈകിട്ട് 3:57 PM മുതൽ സെപ്റ്റംബർ 24-ന് വെളുപ്പിന് 2:56 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം. ഓം നമോ ഭഗവതേ വാസുദേവായ.